എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഭരണഘടനയുടെ ഭാഗങ്ങളും പാർട്ടുകളും വകുപ്പുകളും ആർട്ടിക്കിളുകളാണ്. ആ ഭാഗങ്ങളിൽ വരുന്ന വകുപ്പുകളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഭരണഘടനയിൽ ഏകദേശം 22ഓളം ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും ഏതൊക്കെ വകുപ്പുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, ആ വകുപ്പുകളിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ് മൊത്തം കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് തുടങ്ങാം. ഭാഗം 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും തമ്മിൽ ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവുമാണ് വകുപ്പ് 1 മുതൽ വകുപ്പ് 4 വരെ, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. 5 മുതൽ 11 വരെ പൗരത്വമാണ് പ്രതിപാദ്യ വിഷയം. പൗരത്വത്തിൻ്റെ വിഷയങ്ങൾ ഒരുപാട് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായത് കാരണം തന്നെ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗം 2 വകുപ്പുകൾ 5 മുതൽ 11 വരെ ഇൻക്ലൂഡഡ് ആണ്. പൗരത്വം എന്നതാണ് വിഷയം. ഭാഗം 3 നമുക്കൊക്കെ അറിയാം, മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ട ഭാഗമാണ് ഭാഗം 3. അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളാണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളാണ് ഭാഗം 3 ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. ഭാഗം 4 36 മുതൽ 51 വരെ വകുപ്പുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ. അതേപോലെ പൗരത്വവും മൗലികാവകാശങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം 4 മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ 36ാമത്തെ ആർട്ടിക്കിൾ മുതൽ 51ാമത്തെ ആർട്ടിക്കിൾ വരെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഭാഗം 4A നമുക്കറിയാം, നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് എല്ലാം കൊണ്ടുവന്നിട്ട് അമെൻമെൻറ്റ് വഴി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ഭാഗം 4A എന്ന് പറയുന്നത്. ഭാഗം 4A വരുന്ന ആർട്ടിക്കിളുകൾ 51A ആണ്. ഭാഗം 4A ആർട്ടിക്കിൾ 51A മാത്രമാണ് വരുന്നത്. എന്താണ് പറയുന്നത്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 51A പറയുന്നത്, ഭാഗം 4A. ദെൻ ഭാഗം 5 52 മുതൽ 151 വരെയുള്ള വകുപ്പുകളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. 52 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിളുകൾ എന്താണ് അവിടെ പറയുന്നത്? യൂണിയൻ എക്സിക്യൂട്ടീവും പാർലമെൻറ്റ്, സുപ്രീം കോടതി, CAG തുടങ്ങിയ വിഷയങ്ങളാണ് അവിടെ ഉള്ളത്. യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെൻറ്റ്, സുപ്രീം കോടതി, CAG 52 മുതൽ 151 വരെയുള്ള ആർട്ടിക്കിൾ പറയുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 5ലാണ്. ദെൻ ഭാഗം 6 152 മുതൽ 237 വരെയുള്ള ആർട്ടിക്കിളുകളാണ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഭാഗം 6ലാണ് സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുന്നത്. ഭാഗം 7 238ാമത്തെ ആർട്ടിക്കിളാണ് ഭാഗം 7ലുള്ളത്. ഈ വകുപ്പ് പിന്നീട് റദ്ദാക്കുകയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ തൽക്കാലം ഭാഗം 7 പഠിക്കേണ്ട കാര്യമില്ല. ഭാഗം 8 നോക്കാം. ഭാഗം 8 239 മുതൽ 242 വരെയാണ് ഭാഗം 8 പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ അഥവാ യൂണിയൻ ടെറിട്ടറീസിനെ കുറിച്ചിട്ടാണ് 239 മുതൽ 242 വരെയുള്ള ആർട്ടിക്കിളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഭാഗം 9 243 243A മുതൽ 243O വരെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. 243ാമത്തെ ആർട്ടിക്കിളിൽ 243A മുതൽ 243O വരെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഭാഗം 9 പഞ്ചായത്തുകളെ പറ്റിയിട്ടാണ് പറയുന്നത്, പഞ്ചായത്തുകളെ പറ്റി. ദെൻ ഭാഗം 9A പറയുന്നത് 243P മുതൽ 243ZG വരെ 243ZG വരെയുള്ള ആർട്ടിക്കിളാണ് ഭാഗം 9A ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റികളെ കുറിച്ചിട്ടാണ് ഭാഗം 9A ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഭാഗം 10 244 244Aയും എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? പട്ടിക ഗോത്രവർഗ പ്രദേശങ്ങളെക്കുറിച്ചിട്ടാണ് 244 244Aയും ഡിസ്കസ് ചെയ്യുന്നത് ഭാഗം 10. ദെൻ അടുത്തത് ഭാഗം 9 245ാമത്തെ ആർട്ടിക്കിൾ മുതൽ ആർട്ടിക്കിൾ 263 വരെയാണ് ഭാഗം 11 ഡിസ്കസ് ചെയ്യുന്നത്. ഭാഗം 11 യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്.
ഭാഗം 11 245 മുതൽ 263 വരെയുള്ള ആർട്ടിക്കിൾ യൂണിയനും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭാഗം 1, ഭാഗം 2, ഭാഗം 3, ഭാഗം 4, ഈ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഭാഗം 4A ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിനുശേഷം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലേ, ഭാഗം 9 ഭാഗം 9A. ദെൻ അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഭാഗം 11 യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഭാഗം 12 264 ആർട്ടിക്കിൾ മുതൽ 300 ആർട്ടിക്കിൾ വരെ പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 12. ധനകാര്യവും വസ്തുവും കരാറുകളും വ്യവഹാരവും ആണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. ധനകാര്യം, വസ്തുക്കൾ, കരാറ്, വ്യവഹാരം തുടങ്ങിയ വിഷയങ്ങളാണ് ആർട്ടിക്കിൾ 264 മുതൽ 300 വരെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ഭാഗം 13 ആർട്ടിക്കിൾ 301 മുതൽ ആർട്ടിക്കിൾ 307 വരെ ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിനകത്തെ വ്യാപാരവും വാണിജ്യവും പരസ്പര സമ്പർക്കവുമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. ദെൻ ഭാഗം 14 308 ആർട്ടിക്കിൾ മുതൽ 323 ആർട്ടിക്കിൾ വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിയൻ്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സർവീസുകളെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 308 മുതൽ 323 വരെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം 315 PSCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ആർട്ടിക്കിളാണെന്നുള്ളത്. ദെൻ ഭാഗം 14A ഭാഗം 14A പറയുന്നത് ആർട്ടിക്കിൾ 323A മുതൽ 323B വരെയാണ് ട്രിബ്യൂണലുകളെ കുറിച്ചിട്ടാണ് ഭാഗം 14A ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഭാഗം 15 ഭാഗം 15 324 മുതൽ 329 വരെയുള്ള ആർട്ടിക്കിളാണ് പറയുന്നത് തിരഞ്ഞെടുപ്പുകളെ പറ്റിയിട്ടാണ് ഭാഗം 15 ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വയ്ക്കാം. ദെൻ അടുത്തത് ഭാഗം 16 ആർട്ടിക്കിൾ 330 മുതൽ ആർട്ടിക്കിൾ 342 വരെ പട്ടികജാതി, പട്ടിക ഗോത്രവർഗ്ഗങ്ങൾ, ആംഗ്ലോ ഇന്ത്യൻസ് തുടങ്ങിയ ചില വിഭാഗങ്ങളെ സംബന്ധിച്ച പ്രത്യേക വ്യവസ്ഥ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് പറഞ്ഞത്? ഭാഗം 16 ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ. ദെൻ ഭാഗം 17 ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ ഔദ്യോഗിക ഭാഷയെക്കുറിച്ചിട്ട് സംസാരിക്കുന്ന ഭാഗമാണ് 343 മുതൽ 351 വരെയുള്ളത്. നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഭാഷകൾ 22-22ഓളം ഭാഷകൾ ഔദ്യോഗിക ഭാഷയായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗം 17. ദെൻ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 വരെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ഭാഗം 18. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 352 മുതൽ ആർട്ടിക്കിൾ 360 വരെ അടിയന്തരാവസ്ഥയ്ക്കുള്ള വ്യവസ്ഥകളെ ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിളുകളാണ്. ദെൻ ഭാഗം 19 ആർട്ടിക്കിൾ 361 മുതൽ 367 വരെ പല വക വിഷയങ്ങളാണുള്ളത്. ദെൻ ഭാഗം 20 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ആർട്ടിക്കിൾ 368 ഭാഗം 20. വളരെ ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെച്ചോളാം. അടുത്ത ചോദ്യം ഭാഗം 21 369 ആർട്ടിക്കിൾ മുതൽ 392 ആർട്ടിക്കിൾ വരെ താൽക്കാലികവും പരിവർത്തനവും പ്രത്യേകവുമായ വ്യവസ്ഥകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ്. ദെൻ ഭാഗം 22 393 മുതൽ 395 വരെയുള്ള ആർട്ടിക്കിളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ചുരുക്കപ്പേരും പ്രാരംഭവും ഹിന്ദിയിലുള്ള ആധികാരിക പഠനവും റദ്ദാക്കലുകളും ഈ വിഷയങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗമാണ് ഭാഗം 22. ആർട്ടിക്കിൾ 393 മുതൽ 395 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ പേജിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആർട്ടിക്കിൾ ഏതെല്ലാമാണ്? തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗം ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള ഭാഗം 15 എന്ന് പറയുന്ന ഭാഗം. ദെൻ ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പറയുന്ന ഭാഗം 17 343 മുതൽ 351 വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗം. ദെൻ അടുത്തത് അടിയന്തരാവസ്ഥ വ്യവസ്ഥകളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗം 18 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കിൾ 368 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗം 20 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഭാഗത്ത് അല്ലേ ആദ്യത്തെ 10
11ഓളം ഭാഗങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടുത്തെ ഒരു 8ഓളം ഭാഗങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. അവസാനം വരുന്ന ഒരു 10-12ഓളം ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പ്, ഔദ്യോഗിക ഭാഷ, അടിയന്തരാവസ്ഥ, ഭരണഘടനാ ഭേദഗതി തുടങ്ങിയ ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഒരു 4ഓളം ഭാഗങ്ങളാണ് അവിടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും റിപ്പീറ്റായിട്ട് കേൾക്കുക, വീണ്ടും വീണ്ടും കേട്ട് വൃത്തിയിൽ പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഗത്തെക്കാട്ടിലും പ്രധാനമാണ് ആർട്ടിക്കിൾ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് പകുതി പഠിച്ചു കഴിയും. ഏത് ഭാഗത്തിലാണ് ഏത് ആർട്ടിക്കിളാണ് ഉള്ളത്, ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെ ഏത് ഭാഗത്ത് എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയണത് എന്നുള്ള ഒരു ചെറിയൊരു ധാരണ നമുക്ക് കിട്ടും. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുക, റിപ്പീറ്റായിട്ട് തന്നെ കേട്ട് പഠിക്കുക.